ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇന്നലെ നമ്മൾ വൈകിട്ട് ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ഡൽഹിയിലെത്തിയപ്പോഴാണ് അറിയുന്നത് വീക്കെൻഡ് കർഫ്യൂവിൻ്റെ പേരിൽ ലോക്ക്ഡൗൺ ആണെന്ന്. അപ്പം പിന്നെ ഞാൻ നേരെ പോയി ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഒരു വിൻ്റർ ഗ്ലൗസ് കിട്ടുമെന്നൊക്കെ നോക്കി. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് കടയൊന്നും തുറന്നിട്ടില്ല, ഒരു രക്ഷയില്ലാന്ന് മനസ്സിലായി. നേരെ ഹോസ്റ്റലിൽ വന്ന് കയറി കിടന്ന് ഉറങ്ങി. കുറച്ച് നേരം ഫോണൊക്കെ നോക്കിയതിന് ശേഷം ഇപ്പം എന്താ രാവിലെ നമ്മൾ മണാലിക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു രാവിലെ 4 മണിയായപ്പോൾ ഇറങ്ങിയതാണ്. പക്ഷേ ഒടുക്കത്തെ തണുപ്പ് കാരണം ഇപ്പം എന്താ ഒരു ചായക്കടയും തപ്പി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. ഡൽഹിന്നൊക്കെ വിട്ട് പിന്നെ ഒരു 65-70 കിലോമീറ്റർ ഓടിയിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല ഒടുക്കത്തെ ഞാനിപ്പോൾ ഇതിനകത്ത് 5 ലെയർ ഇട്ടുണ്ട്. ഒരു ടീഷർട്ട് ഉള്ളിൽ, അതിൻ്റെ മുകളിൽ ഒരു തെർമൽ ലൈനർ, അതിൻ്റെ മുകളിൽ പിന്നെ ഒരു ടീഷർട്ട്, പിന്നെ ഈ അവസാനമല്ലോ ഇതെനിക്ക് നമ്മുടെ ഇന്നലെ അടുത്ത ഹോസ്റ്റലിൽ ഒരു പുള്ളി തന്നെയാണ്. ആ പുള്ളി തന്നെയാണ് എനിക്ക് ഈ വിൻ്റർ ഗ്ലൗസ് ചെയ്യുന്നത്. പക്ഷേ ഇതൊന്നും ഇട്ടിട്ട് നടക്കുന്നില്ല. ഈ വിൻ്റർ ഗ്ലൗസിൻ്റെ ഉള്ളിൽ എക്സ്ട്രാ വേറൊരു ഗ്ലൗസ് കൂടെ ഞാനിട്ട് ഇതൊന്നും നടക്കുന്നില്ല, നേരത്താണ്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ റെയിൻ കോട്ടും കൂടെ ഇടാനായിട്ട് നിർത്തിയതാണ്. അപ്പോൾ നിർത്തി കഴിക്കുന്നതെന്ന് ഒരു ചായ മേടിക്കാമെന്ന് വിചാരിച്ചു. കയ്യൊക്കെ തണുത്ത് മരവിച്ചിരിക്കും. മണാലിയിലൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഞാൻ ഐസാവുന്ന ലക്ഷണമുണ്ട്. അപ്പോൾ ഒക്കെ നമുക്ക് വഴിയിൽ എവിടെയെങ്കിലും വെച്ച് കാണാം. 200 കിലോമീറ്റർ കൂടി ഇനിയുണ്ട്. പക്ഷേ ഇപ്പോഴേ വ്യൂ മാറി തുടങ്ങും. അപ്പോൾ നമുക്ക് ഇവനെ തുറന്നു വിടാം. ഇറ്റ്സ് ടൈം ഫോർ കം ഔട്ട്. ഹലോ, ടടാ. അപ്പോൾ നമ്മുടെ ഈ യാത്രയിലെ ഫസ്റ്റ് മഞ്ഞ മല കണ്ടിരിക്കുകയാണ്. അങ്ങ് ദൂരെ കാണുന്നത് ഈ ക്യാമറയിൽ കിട്ടുമോയെന്ന് അറിയത്തില്ല. നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും നമുക്കൊരു 3 to 4 hours കവർ ചെയ്യാനുണ്ട് നമുക്ക്. നല്ല കുത്തനെയുള്ള ഇറക്കമാണ്. നമുക്ക് മുഖണ്ടിരിക്കാൻ 3rd ഗിയറിൽ, എന്നിട്ട് പോലെ എൻജിൻ ബ്രേക്കിങ് ഒന്നും പോരാ. വണ്ടി നല്ല സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ആകെ മൊത്തം കൺഫ്യൂഷനാണ്. വഴി നോക്കണോ, ഫ്രണ്ടിലുള്ള വ്യൂ നോക്കണോ, എന്ത് നോക്കണമെന്ന്. പിന്നെ ഫ്രണ്ടിലുള്ള വ്യൂ അടിപൊളിയാണ്, അതേപോലെ റോഡ് അടിപൊളിയാണ്.
കയറി വന്ന മലയാക്കി ഇപ്പോൾ നമ്മൾ ഇറങ്ങി പോകാമെന്നാണ് ഇപ്പോൾ എൻ്റെ റൂട്ട്. ഇനിയുണ്ട് നമുക്ക് ഏകദേശം 92 കിലോമീറ്ററും കൂടെ കവർ ചെയ്യാനായിട്ട്. മഞ്ഞ് വീണ് കിടക്കുന്ന റോഡ് ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് മനസ്സിലുണ്ടായിരുന്നെന്നുണ്ടെങ്കിലും ശ്രദ്ധിച്ച് ഓടിച്ചില്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടിച്ചെന്തെങ്കിലും താഴെ കിടക്കും എന്ന് തോന്നിയുണ്ട് വണ്ടി കെയർഫുള്ളായിട്ട് ശ്രദ്ധിച്ച് ഇങ്ങനെ ഓടിച്ച് പോവുകയാണ്. നിർത്താതെ പോകുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുട്ടുന്നതിന് മുന്നേ മണാലി എത്തണം. ഇനി അങ്ങോട്ടുള്ള റോഡ് ഇത് കണക്കാണോ അതോ നല്ല റോഡായിരിക്കുമോ ഒന്നും ഒരു ഐഡിയ ഇല്ല. അപ്പം എന്തായാലും ഇവിടെ ടൈം വേസ്റ്റ് ചെയ്യാണ്ട് നമ്മൾ സേഫായിട്ട് ഡെസ്റ്റിനേഷനിൽ എത്താനുള്ള പരിപാടിയാണ് ആദ്യം നോക്കുന്നത്. ദേ നോക്കി ഈ സൈഡിലോട്ടുള്ള വ്യൂ എന്ത് പൊളി വ്യൂ അല്ലേ. എന്തായാലും നമ്മൾ ആ മഞ്ഞും മലയും എല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല അടിപൊളി റോഡാണ് കിട്ടിയിരിക്കുന്നത്. ഒരു ഗട്ടറും ഇല്ല, ഒന്നുമില്ല, നല്ല പൊളി റോഡ്. ഇതെനിക്ക് വന്നത് ഇപ്പം എന്തോ ഇളകി വീണയാണെന്ന് തോന്നുന്നു. മണാലിയാണ്. ഇന്നലെ റൂമിൽ ഏകദേശം ഒരു 6 മണിയൊക്കെ ആയപ്പോൾ എത്തിയിട്ട് നല്ല ക്ഷീണങ്ങളുണ്ട്. ഡയറക്റ്റ് കയറിക്കൊന്ന് ഉറങ്ങി. കയറി ഇങ്ങോട്ട് ഉറങ്ങാൻ തുടങ്ങി കുറച്ചായപ്പോഴാണ് ഓർക്കുന്നത് നല്ല തണുപ്പാന്നുള്ള കാര്യം. പിന്നെ നമ്മളൊരു ഹീറ്ററൊക്കെ സെറ്റാക്കി. ഈ ഹീറ്ററിന് എക്സ്ട്രാ 300 രൂപയാണ് പെർ ഡേ ചാർജ്. റൂമിന് ഏകദേശം 800 രൂപ. അത് മൊത്തത്തിൽ അതായത് പെർ ഡേ നമുക്ക് 1100 ആവും. പിന്നെ ഇന്നിപ്പോൾ എന്താ രാവിലെ എണ്ണീറ്റ് തുണിയൊക്കെ കഴുകിയിട്ട് തുണിയൊക്കെ ഉണങ്ങാനായിട്ട് ഹീറ്ററിൻ്റെ അടുത്തും നമ്മൾ വെച്ചിട്ടുണ്ട്. ഹീറ്റർ ഇപ്പോൾ വർക്കിംഗ് അല്ല. അത് കാരണം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇവിടുത്തെ ഫ്യൂസ് പോയി അവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ഇപ്പോൾ കറണ്ട് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ കറണ്ട് വന്ന് എല്ലാം ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ മോൾ റോഡിലോട്ട് ഷോപ്പിങ്ങിന് ഇറങ്ങും. അപ്പം നമുക്ക് നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ കാണണ്ടേ, നിങ്ങൾ കണ്ടു നോക്കൂ. അപ്പോൾ ഇതാണ് നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ. അത്ര മാരക വ്യൂ എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും തെറ്റില്ലാത്തൊരു വ്യൂ ആണ്. ഇതിൻ്റെ മാരക വ്യൂ എൻ്റെ ഫ്രണ്ട് സൈഡിൽ ഒരു റൂം ഷിഫ്റ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ ഷിഫ്റ്റ് ചെയ്യാൻ നിൽക്കത്തില്ല. ഇനിയിപ്പോൾ സാധനങ്ങളെല്ലാം എടുത്ത് വീണ്ടും മാറ്റാൻ നിൽക്കുന്നത് എൻ്റെ എളുപ്പം ഷിഫ്റ്റ് ചെയ്യാൻ നിൽക്കില്ല. അപ്പോൾ ഇനിയിപ്പം നമുക്ക് മോൾ റോഡിൽ വെച്ച് കാണാം.